താമരശ്ശേരി പെരുമ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരിയെ ബന്ധുവായ യുവാവിനോടൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തിയതായി കുടുംബത്തിന് വിവരം ലഭിച്ചു. മാർച്ച് 11 രാവിലെ സ്കൂളിൽ എക്സാം എഴുതാൻ പോയ കുട്ടിയാണ്. 8ാം ക്ലാസ്സിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. എക്സാം കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ കുട്ടിയെ അന്വേഷിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടിയെ കാണാതായ വിവരം പോലീസിൽ അറിയിക്കുന്നത്. തങ്ങളുടെ മകളെ ഉപ്പയുടെ സഹോദരിയുടെ മകൻ തന്നെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാമെന്നാണ് മാതാപിതാക്കൾ അന്ന് പറഞ്ഞത്. അതിന് കാരണം ഇതിനു മുമ്പും ഇയാൾ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുക്കാനായി കഴിഞ്ഞ 14-ാം തീയതി കുട്ടി ബന്ധുവായ മുഹമ്മദ് അജ്നാസിനൊപ്പം എത്തിയ CCTV പുറത്തു വന്നിരുന്നു. കുട്ടിയുടെ കൈവശം മതിയായ തിരിച്ചറിയൽ രേഖ ഇല്ലാത്തതിനാൽ റൂം നൽകിയിരുന്നില്ല. പിന്നീട് ഇവരെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് കുട്ടി യുവാവിനൊപ്പം ബാംഗ്ലൂരിൽ ഉണ്ടെന്ന വിവരം കർണാടക പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കർണാടക പോലീസ് താമരശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടനെ തന്നെ താമരശ്ശേരി പോലീസ് ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികൾ ചെയ്താൽ എന്താണ് ചെയ്യുക? കുട്ടിക്ക് 13 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. വീട്ടുകാർ പറയുന്നത് കേസ് കൊടുത്ത വൈരാഗ്യം മൂലം വീണ്ടും തൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. കുട്ടിയുടെ ഉമ്മ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം അവളെ കൊണ്ടുപോയതായിരുന്നു. അന്നിപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ കൊടുത്ത് അന്നിപ്പോൾ കേസിലുണ്ട്. അന്നിപ്പോൾ അവൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് സംശയം കുടുങ്ങിയിട്ടാണ് ആ യുവാവിലേക്ക് എത്താൻ കാരണം. അന്ന് എന്താണ് സംഭവിച്ചത്? നേരത്തെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കേസ്? മോള് നല്ലോണം സ്കൂളിൽ പോകുമ്പോൾ വഴിമന്ന് സ്കൂളാക്കി കൊണ്ടുവിട്ടുവരാമെന്നും പറഞ്ഞ് കാറിൽ കയറ്റി അവൻ കൊണ്ടുവിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കറണ്ടിൻ്റെ ബില്ലെടുക്കാൻ വേണ്ടി പോയപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോയപ്പോൾ അവളെ സ്കൂളിലെത്തിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഇന്ന് ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. അന്നപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവന് വീട്ടിൽ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അത് എന്നായിരുന്നു ഈ കേസ്? അതിന്റെ ബാക്കി അന്വേഷണമൊക്കെ നടക്കുകയാണോ? അതിൻ്റെ അന്വേഷണം ജയിലിൽ പോയി 70 ദിവസം ജയിലിൽ കിടന്ന് ഇറങ്ങി വന്നതാണ് അവന്. അപ്പം അന്നത്തെ കേസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ പിൻവലിക്കാത്തതിലുള്ള വൈരാഗ്യമാണോ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാനുള്ള? പിൻവലിക്കാൻ പറഞ്ഞ് ഈ നോമ്പിന്റെ മുന്നേ 4 ദിവസം മുന്നേ അവൻ്റെ കുടുംബങ്ങൾ ഇവിടെ വന്ന് അപ്പം നമ്മൾ പറഞ്ഞു, കുറേ കുടുംബങ്ങൾ പിൻവലിക്കാൻ പറഞ്ഞു ഞങ്ങളോട്. അന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു എനിക്ക് പേടിയാണ്, അവനെ പിൻവലിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഉപദ്രവിക്കൂ, എനിക്കെൻ്റെ മക്കളെ പോറ്റേണ്ടതാണ്, കേസുള്ളതും കൊണ്ടാണ് ഞാൻ ഇത്രയും നിലനിന്ന് പോണത്. അപ്പോൾ കേസും പിൻവലിക്കാൻ പറ്റൂല, പിൻവലിച്ചാൽ ഇനിയും അവൻ എന്നെ എന്തോ ഉപദ്രവിച്ചാൽ എനിക്ക് തിരിച്ച് കേസ് കൊടുക്കാൻ അതിൻ്റെ ഓപ്ഷൻ ഇല്ലാത്തതും കൊണ്ട് ഞാൻ പിൻവലിക്കൂല എന്ന് പറഞ്ഞു. അന്നപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങളെ കുടുംബത്തിന് ഞങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അപ്പം ഈ യുവാവിന്റെ കുടുംബവും ഒത്തുചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു തട്ടിക്കൊണ്ടുപോകലുണ്ടായെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനങ്ങനെ ആദ്യം തന്നെ അവൻ്റെ ഉമ്മൻ്റെ ആങ്ങളിനെ വിളിച്ചതാ. എൻ്റെ അടുത്തുണ്ട് എൻ്റെ കുഞ്ഞിന്നും പറഞ്ഞ് വിളിച്ചിട്ട് അവനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് അത്രയും പറഞ്ഞുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഈ കുട്ടി വീട്ടിൽ നിന്ന് പോകുമ്പോൾ യൂണിഫോം ഇട്ടാണോ പോയത്? എന്തെങ്കിലും സാധനം എടുത്തോ? ഒരു സാധനം ഇവിടുന്ന് പോയില്ല, യൂണിഫോമിലാണ് പോയത്. ഞാൻ കണ്ടതാണ് അവൾ ഇറങ്ങി പോകുന്നത്. നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? അതായത് ഈ യുവാവുമായിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ബന്ധം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അവളോട് ഞങ്ങൾ പറഞ്ഞാലും അവൾ പറയും എനിക്ക് വേണ്ടാന്നേ പറയലുള്ളൂ. അത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കേസ് പിൻവലിക്കാത്തതിനെ തുടർന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും കുട്ടിക്കായുള്ള തിരച്ചിൽ താമരശ്ശേരി പോലീസ് ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട്. ശ്രീ പാർവതി, മനോരമ ന്യൂസ്, കോഴിക്കോട്. ഈ റമദാൻ മാസത്തിൽ പോലും വൈരാഗ്യവും വാശിയും ഒളിച്ചോട്ടവും നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്താണ് തോന്നുന്നത് എന്ന് നമുക്ക് പോലും മനസ്സിലാവുന്നില്ല. അവരോടൊന്നും നമുക്ക് എതിർത്ത് സംസാരിക്കാൻ പോലും പറ്റില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ നമ്മളെക്കാൾ വലിയവരാണെന്ന ചിന്തയാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക്. ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന ഭാവത്തിലാണ് അവരുടെ മുന്നോട്ടുള്ള പോക്ക്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് പല പെൺകുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഏതായാലും കാലത്തിൻ്റെ പോക്ക് വല്ലാത്തൊരു പോക്കാണ്. പെൺകുട്ടിയെ തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷം. ഇനിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും തോന്നാതിരിക്കട്ടെ. ഈ പെൺകുട്ടിക്കാണെങ്കിൽ 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ.